അൻവറിനോട് വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ പറഞ്ഞ സമീപനത്തിൽ മാറ്റമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ എതിർക്കുന്നയാളെ എങ്ങനെ മുന്നണിയിലെടുക്കുമെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചു. കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത പ്രതികരണങ്ങൾ തിരുത്താതെ അൻവറുമായി സംസാരം പോലും വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടാവുന്ന എല്ലാ വോട്ടുകളും സമാഹരിക്കണമെന്നാണെങ്കിലും പി.വി. അൻവറിനോട് വിട്ടുവീഴ്ച ചെയ്താൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പി.സി. ജോർജിനെ മുന്നണിയുമായി സഹകരിപ്പിച്ച പഴയ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് കോൺഗ്രസ് ഈ സമീപനത്തിലേക്ക് എത്തിയത്. യു.ഡി.എഫിനോട് സഹകരിക്കണമോ അതോ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്നതിൽ പി.വി. അൻവർ തീരുമാനമെടുക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. ഈ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നു. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. അത് എന്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനും ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്കല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ. പി.വി. അൻവറിന്റെ ഇന്നത്തെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ മുൻകൈയിലായിരുന്നു ഇത്. എല്ലാവർക്കും ഒരേ നിലപാടാണ്. മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. മുൻ കെ.പി.സി.സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് എ.ഐ.സി.സി പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ യു.ഡി.എഫിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, യു.ഡി.എഫ് നേതൃത്വം ആലോചിച്ച് തന്നെയാണ്. വളരെ പക്വമായ നിലപാട് തന്നെയാണ്, ഉചിതമായ നിലപാട് തന്നെയാണ്, യുക്തമായ നിലപാട് തന്നെയാണ്. പാർട്ടിയുടെ പൊതുനിലപാട് ഇതാണെങ്കിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പി.വി. അൻവറുമായി ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തിയ പ്രതികരണം തിരുത്തി മുന്നോട്ട് വന്നാൽ അൻവറുമായി നേതൃത്വം തന്നെ നേരിട്ട് സംസാരിച്ചേക്കും. ടീം 24 നിലമ്പൂർ.